ഹായ് ഓൾ, വെൽക്കം ടു ഈസി കുക്കിങ്സ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാക്രോണിയുടേതാണ്. മസാല മാക്രോണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അല്പം അതിലോട്ട് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് തിളപ്പിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ആവശ്യമുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം. മാക്രോണി ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ചേർക്കാം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തക്കാളിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മാക്രോണിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കണം. അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവയാണ് ചേർക്കേണ്ടത്. പൊടികളൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റുക. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മാക്രോണി വേവിച്ച വെള്ളം അല്പം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഞാനൊരു അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായി വെന്ത ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം. മാക്രോണി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതൊക്കെ മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് അല്പം ടൊമാറ്റോ സോസ് ചേർക്കാവുന്നതാണ്. ഒരൽപ്പം കുരുമുളക് പൊടി കൂടെ ചേർത്താൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മാക്രോണി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. See you again. Bye bye.